എല്ലാവരും ഇൽമ എഴുതി വെക്കുമ്പോൾ എനിക്കും ഇൽമ എഴുതി വെക്കാൻ ആഗ്രഹമുണ്ട്. ഒരു കുഞ്ഞു മോനാ പറയണത്, ഇൽമ എഴുതി വെക്കാൻ ആഗ്രഹമുണ്ട്. എന്നിട്ട് എഴുതാൻ പേന മഷിയൊന്നും വാങ്ങാൻ ഉമ്മാൻ്റെ അടുത്ത് പണമില്ല. അപ്പം പിന്നെ എഴുതി വെക്കണം എന്നുള്ള പൂതിയുണ്ട്. ഞാനങ്ങനെ ഇങ്ങനെ ഒന്നിങ്ങനെ വരക്കാണ്. ഇമാം മാലിക് അങ്ങടെ കണ്ണ് നിറഞ്ഞു. അല്ലാ, മോൻ അങ്ങനെ വരച്ചാല് കുറിച്ചാല് മോനിക്ക് ഈ ഹദീസെല്ലാം ഓർമ്മ ഉണ്ടാവോ? ഉസ്താദ് 18 ഹദീസല്ലേ എടുത്തത്? അതെ, ആ ഹദീസ് ഉസ്താദ് മുതൽ ഉസ്താദിന്റെ ഉസ്താദ് ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തുന്ന സനദും തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ മത്തിനും ഞാൻ 18 പറഞ്ഞിരട്ടെ. പറയൂ, പറയട്ടെ ഉസ്താദ്, പറയുമോനെ. ഹദ്ദസനാ ഉസ്താദ് മാലിക് അൻ നാഫിഅൻ അൻ ഇബ്നു ഉമറ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. 18 ആ മോന് പറഞ്ഞു. ആ മോന ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. ലോകം മുഴുവനും അറിവിന്റെ രേണുക്കൾ കൊണ്ട് പ്രകാശ ഗോപുരം സൃഷ്ടിച്ച ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ആ ഷാഫി ഇമാമിന്റെ ഉമ്മാന്റെ ഖബറിലെ സുഖത്രയായിരിക്കും. ആ മണ്ണറ എത്ര വിശാലമായ മണിയറയായിരിക്കും. ലോകത്തെ മുഴുവൻ ഷാഫി മദ്ഹബുകാരും നിസ്കരിക്കുന്ന നിസ്കാരം, നോമ്പ്, അനുഷ്ഠാനങ്ങൾ, സക്കാത്ത്, സുഹൃതം എല്ലാം ഇമാം ഷാഫി റളിയല്ലാഹു ഉമ്മാന്റെ ഖബറിലേക്ക് എത്തൂലേ? ആ ഉമ്മാന്റെ തലച്ചോറല്ലേ വർക്കൗട്ട് ചെയ്ത ഉമ്മമാരുടെ തലച്ചോർ?